വിമത അട്ടിമറിയെ തുടർന്ന് ഞായറാഴ്ച സിറിയയിൽ നിന്ന് ഒളിച്ചോടിയ പ്രസിഡന്റ് ബാഷർ അൽ അസദിന് അഭയം നൽകിയത് റഷ്യ. റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത്. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിശ്ചയപ്രകാരമാണ് അസദ് റഷ്യയിലേക്ക് കടന്നത്. എന്നാൽ അസദ് എവിടെയാണെന്ന് പെസ്കോവ് വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, റഷ്യയിലെ സിറിയൻ സ്ഥാനാപതി കാര്യാലയത്തിൽ വിമതരുടെ പതാകയും ഉയർത്തി. സിറിയയിലെ റഷ്യയുടെ സേനാ താവളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിമതരുമായി ചർച്ച ചെയ്യുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. 2011 മുതൽ 2016 വരെയുള്ള ആഭ്യന്തര യുദ്ധ സമയത്തും അത് കഴിഞ്ഞും അസദിന്റെ അഭയകേന്ദ്രമായിരുന്നു റഷ്യ. അസദിനെ വിമതർ അട്ടിമറിച്ചെങ്കിലും സിറിയയിലെ സർക്കാർ കേന്ദ്രങ്ങൾ പ്രവർത്തനരഹിതമായിട്ടില്ലെന്നും പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി തിങ്കളാഴ്ച പറഞ്ഞിരുന്നു. ആഭ്യന്തര യുദ്ധകാലത്ത് പലായനം ചെയ്തവർ ശാന്തമായ ഒരു ഭാവി സ്വപ്നം കണ്ട് അയൽ രാജ്യങ്ങളിൽ നിന്ന് സിറിയയിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. വിമത മുന്നേറ്റം നടന്ന രാജ്യതലസ്ഥാനമായ ഡമാസ്കസ് തിങ്കളാഴ്ച ശാന്തമായാണ് കാണപ്പെട്ടത്. നിരവധി കടകളും സർക്കാർ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. ചെറിയ ടൗണുകളിൽ അസദിന്റെ വീഴ്ച ആളുകൾ കൂട്ടം ചേർന്ന് ആഘോഷിച്ചു. ഗതാഗത കുരുക്കുകൾ ഉണ്ടായില്ലെങ്കിലും വാഹനങ്ങൾ നിരത്തുകളിൽ ഇറങ്ങിയിരുന്നില്ല. പല മേഖലകളിലും ചെറിയ സംഘങ്ങൾ ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് നിരത്തുകളിൽ നിലയുറപ്പിച്ചിരുന്നു. ഡമാസ്കസിലെ ഓഫീസിൽ വെച്ച് അസദിന്റെ സഹോദരനും സൈന്യത്തിന്റെ 4ാം ആർമഡ് ഡിവിഷന്റെ നേതാവുമായ മഹറിന്റെ ഹെൽപ്പർ മേജർ ജനറൽ അലി മഹ്മൂദിന്റെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായി. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് വ്യക്തമല്ല. 2011 വിമത മുന്നേറ്റത്തെ അടിച്ചമർത്തുന്നതിൽ പ്രധാനിയായിരുന്നു മഹ്മൂദ്. അതേസമയം അസദ് സർക്കാരിന്റെ രാസായുധങ്ങളും ദീർഘദൂര റോക്കറ്റുകളും സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഇവ തീവ്രവാദികളുടെ കയ്യിലെത്താതിരിക്കാനാണ് ഇത് ചെയ്തതെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിദെയോൺ വ്യക്തമാക്കി. രാസായുധ ശേഖരം ഉപേക്ഷിക്കുമെന്ന് സിറിയ 2013 സമ്മതിച്ചിരുന്നു. അതിനിടെ സിറിയ പിടിച്ചെടുത്ത ജുലാനിയുടെ വിമത സഖ്യത്തിനുള്ളിൽ തന്നെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുവെന്ന വാർത്തകളും പുറത്തുവരികയാണ്. തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ് സേനയുടെ നിയന്ത്രണത്തിലുള്ള മൻജിബ് പിടിച്ചെടുത്തിരിക്കുകയാണ്. യുഎസിന്റെ പിന്തുണയുള്ള കുർഷിദ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ പക്കലുണ്ടായിരുന്ന മേഖലയാണ് മൻജിബ്. കിഴക്കൻ സിറിയയിലെ അൽ മിസ്ത്രിയിൽ തുർക്കി ഡ്രോണാക്രമണം നടത്തിയെന്നും 6 കുട്ടികൾ ഉൾപ്പെടെ 12 പേർ മരിച്ചെന്നും SDF റിപ്പോർട്ട് ചെയ്തു. ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ അസദിനെതിരെ ഏറ്റുമുട്ടിയ വിമത സംഘം അസദ് രാജ്യം വിട്ട് ഒളിച്ചോടിയിട്ടും അവർക്കിടയിൽ പുകച്ചിൽ നിലനിൽക്കുന്നുവെന്ന സൂചനകളാണ് SNA മൻജിബ് പിടിച്ചതിനെ വിലയിരുത്തുന്നത്. രാജ്യം സാധാരണഗതിയിലാണെന്നും ഭരണമാറ്റം വളരെ പെട്ടെന്ന് തന്നെ നടത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി ജലാലി പറഞ്ഞു. സിറിയൻ സർക്കാർ വിമതരുമായി സഹകരിക്കുകയും HTS തലവനായ ജുലാനിയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. അസദിനെ അട്ടിമറിച്ച ശേഷം ഞായറാഴ്ച ഡമാസ്കസിലെ പള്ളിയിൽ വിമതർ എത്തിയിരുന്നു. വിമതർ ഡമാസ്കസ് കയ്യാളിയതോടെ പല മന്ത്രിമാരും സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഓടി ഒളിച്ചു.